വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊരു ഓട്സ് ആപ്പിൾ സാഗോ പോറിഡ്ജാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ വലിയവർക്കും കഴിക്കാം. കാരണം ഓട്സിൽ ധാരാളം ഫൈബർ, ഓട്സ് ഗ്ലൂട്ടിൻ ഇല്ലാത്തതാണ്. ഗോതമ്പ് അലർജി ഉള്ളവർക്ക് ധാരാളം മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഉള്ള ഒരു ഫുഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഓട്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ സാഗോയും ചേർക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചവ്വരിയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നോക്കുക. ഇവിടെ ഞാൻ എടുക്കുന്നത് 3 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമാണ്. ഇത് രണ്ടും കൂടെ ആദ്യമായിട്ടൊന്ന് തിളപ്പിക്കുക. ഇത് തിളച്ചു വരാറാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഓട്സാണ് ആഡ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇത് ഫൈബർ റിച്ചുമാണ്. പെട്ടെന്ന് ദഹിക്കാനും പിള്ളേരുടെയൊക്കെ ബോഡിക്ക് വളരാൻ വേണ്ട ഒത്തിരി മിനറൽസ് ഉള്ള ഒരു ഇതാണ് ഓട്സ്. അപ്പം സാഗോ ഇടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, സാഗോ ഇടുമ്പോൾ ഇതിന് നല്ല ഒരു രുചി, ഒരു പായസത്തിൻ്റെ രുചി പോലെ വരും. അപ്പോൾ ഈ പിള്ളേരെ ടോഡ്ലേഴ്സിനെയൊക്കെ കഴിപ്പിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതാണ് സാഗോ ഇടുന്നത്. ഇപ്പോൾ ഇത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അന്നേരം ഒരുപോലെ നമ്മുടെ സാഗോയും ഓട്സും ഒരുപോലെ വെന്ത് വരും. നമ്മൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാനാണ് ഒരുപോലെ വേഗത്തില്ല. കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർ ഇത് ട്രൈ ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നന്നായിട്ട് ഏകദേശം ഞാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് പ്ലസ് ഓർ മൈനസ് അത്രയും ആകുമ്പോഴത്തേക്കും ഇതൊന്ന് കുറുകി വരുന്ന പാകമാകും. ഈ കുറുകി വരുന്ന പാകം ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒന്നുകിൽ പഞ്ചസാര ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് തേൻ ചേർത്ത് കഴിക്കാം. പഞ്ചസാരയാണെങ്കിൽ നമുക്ക് ആ ചൂടോടെ തന്നെ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പഞ്ചസാരയും തേനും ഒന്നും ഇടാതെ കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. കാരണം ഇത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. നല്ല കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് പിള്ളേരുടെ റെസിപ്പിയാണെന്ന് പറഞ്ഞാലും ആർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഏകദേശം കുറുകാറായി. ഇതിലേക്ക് നമ്മൾ ആ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ഫ്രൂട്ട്, ആപ്പിൾ ഗ്രേറ്റ് ചെയ്തു, ആപ്പിളിൻ്റെ പുറത്തെ തൊലി ഇടരുത്, അകത്തെ മാത്രം തൊലിയും കൂടെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം, പിന്നെ പഴം വേണ്ടവർക്കും ചേർക്കാം. ആപ്പിളിൻ്റെ പച്ച മണം, ആ പച്ച ചൊവ്വ വേണ്ടാന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ പാത്രത്തിലോട്ട് തന്നെ ഇടുന്നത്. ഇവിടെ ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ പച്ചച്ചവ കുഴപ്പമില്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനമാണ് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിടുന്നത്. ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിടുവോ ബനാന സ്ലൈസ് ചെയ്തിടുവോ കുഞ്ഞു പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. പിള്ളേരുള്ളവർ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്.